ഗൾഫ് സുരക്ഷിതാണോ അല്ലെങ്കിൽ ദുബായിലെ ബിസിനസ് തുടരണോ? പല മലയാളികളുടെയും ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു സംശയമാണ്. പ്രത്യേകിച്ചിട്ട് ഒരു അൺസർട്ടനിറ്റി പീരീഡിലൂടെയാണ് GCC ആകമാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പം വളരെ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മറുപടി നൽകാം. നമുക്ക് UAE കാര്യം മാത്രം ഒന്ന് എടുത്തു നോക്കാം. ഏകദേശം 10 മില്യൺ പ്രവാസികളാണ് UAE ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതലുള്ള പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. 3.5 മില്യൺ ആണ് ഇന്ത്യക്കാരുള്ളത്. ഇന്ത്യക്കാരിൽ തന്നെ ഏകദേശം 50% വരുന്നത് മലയാളികളാണ്. അതായത് 1.5 to 2 മില്യൺ മലയാളികൾ UAE എന്നുള്ളൊരു രാജ്യത്ത് മാത്രം ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. നമുക്കറിയാം, ഈ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി ഉള്ളൊരു രാജ്യം എന്ന രൂപത്തിൽ ഇവിടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇതിനേക്കാളും വലിയ ഓപ്ഷൻസ് ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റിയെ കൃത്യമായിട്ട് ബിസിനസ്സിലും ലവറേജ് ചെയ്യാൻ മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൾഫിന്റെ ഈ ഒരു ഇമ്പാക്റ്റ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. കാരണം ഒരു വർഷം ഏകദേശം 15 മുതൽ 20 ബില്യൺ US$ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്നത്. ഇത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വരുത്തിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് എഡ്യൂക്കേഷൻ സെക്ടർ ആണെങ്കിലും ടൂറിസം മേഖലയിലാണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും ഏത് മേഖല നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവിടെ ഈ ഒരു പ്രവാസികളുടെ ആ ഒരു ഇൻകം വരുത്തിയ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3.5 കോടിയിലധികം ജനങ്ങളുള്ള കേരളത്തിലെ 1/3 ഫാമിലിയിലും പ്രവാസത്തിന്റെ ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം 4 ഇന്റർനാഷണൽ എയർപോർട്ടുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ ട്രാവൽ കൊണ്ട് നമുക്ക് GCC രാജ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന ഒരു സമയം കൊണ്ട്, റോഡ് മാർഗം എത്തുന്ന ഒരു സമയം കൊണ്ടൊക്കെ നമുക്ക് ദുബായിൽ എത്താൻ പറ്റും എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇത് നമുക്ക് വേറെ ഇപ്പൊ യൂറോപ്പിലേക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്കറിയാം, നമുക്ക് കല്യാണത്തിനാണെങ്കിലും ഒരു എമർജൻസി ഒരു മരണം വരുമ്പോഴേക്കും നമുക്കൊരു 4 മണിക്കൂറിന്റെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് നാട്ടിലെത്താൻ പറ്റും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഗൾഫിലേക്ക് നമ്മളെ മലയാളികളെ ആകർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് ഇവിടെയുള്ള ലീഡേഴ്സിന്റെ ഒരു വിഷനാണ്. ഇപ്പം UAE കാര്യം തന്നെ എടുത്തു നോക്കിയാൽ വർഷങ്ങൾക്ക് മുൻപേ വെറും ഒരു മരുഭൂമി മാത്രമായിരുന്ന ഈ ഒരു രാജ്യത്തെ ഗ്ലോബൽ ബിസിനസ് ഹബ്ബാക്കി മാറ്റിയത് ഇവിടുത്തെ വിഷനറി ലീഡറായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണങ്ങളായിരുന്നു. ഇതുപോലുള്ള ലീഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് UAE പോലുള്ള രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഗൾഫ് റീജിയനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം 90s നടന്ന കുവൈത്ത് വാർ, അതുപോലെ തന്നെ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ്, 2020 കോവിഡ്, ഇതിനൊക്കെ വളരെ ഭംഗിയായിട്ട് അതിജീവിച്ച UAE പോലുള്ള രാജ്യം 2026 ഈ പ്രതിസന്ധിയും അതിജീവിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഗൾഫ് ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും, മറ്റന്നാൾ അവസാനിക്കും എന്നുള്ളത് ഒത്തിരി കാലങ്ങളായിട്ടുള്ള ഒരു നെഗറ്റീവ് ടോക്കാണ്. ഞാനൊക്കെ പ്രവാസ ജീവിതം തുടങ്ങിയ കാലഘട്ടത്തിൽ കേട്ടൊരു വീടുണ്ട്. ഒരുപാട് ആളുകൾ ഇത് കേട്ടിട്ടുണ്ടാവും. ഗൾഫൊക്കെ കഴിഞ്ഞു, ഗൾഫിലൊക്കെ മുന്നേ വന്ന ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് മലയാളികളുടെ ഒരു നെഗറ്റീവ് ടോക്കാണ്. എനിക്ക് പറയാനുള്ളത്, ലോങ് ടേം വിഷനുള്ള ഒരു പറ്റം ലീഡേഴ്സ് കെട്ടിപ്പടുത്ത UAE അടക്കമുള്ള GCC രാജ്യങ്ങൾ എന്നും മലയാളികൾക്ക് വേണ്ടി ആയിരക്കണക്കിന് അവസരങ്ങൾ തുറന്നു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.